രണ്ടാമതായിട്ടൊരു കുട്ടി വരുമ്പം പൊതുവേ പാരൻറ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് എന്നുള്ളത്. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയാണോ ഉണ്ടാവുന്നത്? നമുക്കറിയാം ബർത്ത് ഓർഡർ നമ്മുടെ പേഴ്സണാലിറ്റീനെയും ബിഹേവിയറിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മൂത്ത കുട്ടി അത്രയും കാലം പാരൻസിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആയിരിക്കും. പെട്ടെന്ന് രണ്ടാമത്തെ കുട്ടി വരുമ്പം ആ പാരൻസിൻ്റെ കംപ്ലീറ്റ് അറ്റൻഷൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മൂത്ത കുട്ടിക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയേഴ്സ് ഉണ്ടാവും. അത് ഗുഡ് ആവാം, ബാഡ് ആവാം. അതുപോലെ തന്നെയാണ് ഇമോഷണൽ വാലിഡേഷൻ. എൻ്റെ പാരൻസ് പഴയതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ലേ, ഞാനിപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ലേ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് രീതിയിലുള്ള തോട്ട്സ് അവരിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം പിന്നീട് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസിലേക്ക് വരെ ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ പാരൻസ് ആണ് കുറച്ചും കൂടെ അലേർട്ട് ആവേണ്ടത്. നിങ്ങളുടെ എൽഡർ വണ്ണിനെ പെട്ടെന്ന് തന്നെ മെച്ചുവേർഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യാതിരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു അറ്റൻഷനും കെയറും കൺസിഡറേഷനും കൊടുക്കുക എന്നുള്ളതാണ്.